വീണ്ടും നമുക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. നമുക്ക് റോമലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. ഇവിടെ നമ്മളിങ്ങനെ വായിക്കാം: എന്നാൽ യഹൂദൻ എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാൻ കഴിയും: എന്നാൽ ക്രിസ്ത്യാനിക്ക് എന്ത് വിശേഷത? ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഒരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും വിശേഷതയുണ്ടോ? വളരെയധികം ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ബാല്യം മുതല് ദൈവജനത്തിന്റെ മൂല്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോധം ലഭിക്കാൻ നിമിത്തം ഇടയായി തീർന്നു. ഒന്നാമത് ബൈബിൾ ദൈവത്തിന്റെ വചനമാണെന്നുള്ള ബോധ്യം. രണ്ടാമത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ശരിയായ അറിവ്. ഇനി നമ്മൾ ചിന്തിക്കുമ്പം ദൈവിക മൂല്യങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം, ദൈവത്തെ ഭയപ്പെടണമെന്നുള്ള അറിവ്, പാപം വിട്ട് ഓടണമെന്നുള്ള അറിവ്, അല്ലെ പാപം ചെയ്യരുതെന്നുള്ള ബോധ്യം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിക്കുന്നവർ ലഭിക്കുന്നുണ്ട്. ഇപ്പം ക്രിസ്ത്യ കുടുംബമാണെങ്കിൽ പോലെ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹാരാധനയെ കുറിച്ചുള്ള ഒരു ബോധ്യം അവർക്ക് കിട്ടാറില്ല. അവർ വിഗ്രഹങ്ങളെ ആരാധിക്കാറുണ്ട്. പക്ഷെ ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്കുള്ളിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഗ്രഹാരാധന തെറ്റാന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ബോധ്യം വളരെ ചെറുപ്പത്തിലേ കിട്ടുന്നുണ്ട്. ഇവിടെ യഹൂദനോടുള്ള ബന്ധത്തിൽ പറയുമ്പം ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. റോമർ 9:4 നമ്മൾ വായിക്കുമ്പോൾ, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ള പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നല്ലോ ഉത്ഭവിച്ചത്. അപ്പോൾ ഒരു യഹൂദനായിട്ട് ജനിക്കുക വഴി നമുക്കറിയാം, അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അബ്രഹാമിന് പരിച്ഛേദന എന്നുള്ള കൽപ്പന ദൈവം കൊടുത്തു. പരിച്ഛേദന എന്ന് പറയുമ്പം ഇസ്രായേലിലെ യഹൂദിനെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യമായ ഒരു പരിച്ഛേദനയായിട്ട് പുറമേയുള്ള ഒരു പരിച്ഛേദനയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിച്ചത് അതിന്റെ ആന്തരിക അർത്ഥത്തിലേക്ക് അവർ കടന്നു പോകണമെന്നുള്ളതായിരുന്നു. പക്ഷെ അവര് മിക്കവാറും ആരും തന്നെ ആ ഒരു ആന്തരിക സത്യം കണ്ടെത്താൻ ഇടയായില്ല. ബാഹ്യമായിട്ടുള്ള തലത്തിലുള്ള അവർക്ക് പ്രശംസിക്കാൻ കാരണമായ ഒരു കാര്യമായിട്ടാണ് അവർ പരിച്ഛേദന ഏറ്റത്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ 8-ാം നാൾ പരിച്ഛേദന ഏറ്റവൻ, പരീശന്മാരിൽ നിന്ന് ജനിച്ച പരീശൻ. ഇങ്ങനെ ബാഹ്യമായിട്ടുള്ള ഒരു പ്രശംസയിലായിട്ട് അവർ പോയത്. നമ്മളെ സംബന്ധിച്ചതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളും പലപ്പോഴും ഈ ദൈവജനത്തിന്റെ അറിവ് ഒരു ബാഹ്യ തലത്തിലുള്ള പ്രശംസയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും നമ്മളെ തന്നെ ഉയർന്ന ചിന്താഗതികളുള്ളവരായിട്ട് നമ്മളായിത്തീരാനും പലപ്പോഴും നമ്മളെ വഞ്ചിക്കാറുണ്ട്. ഒരു യഹൂദിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവൻ രാവിലെ എഴുന്നേക്കും പറയുന്ന 2 കാര്യങ്ങളാണ്: ഒരു ജാതിയൻ അല്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, രണ്ടാമതൊരു സ്ത്രീ അല്ലാത്തതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാണ് അവർ ജീവിതം ദിവസം ആരംഭിക്കുന്നതെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു യഹൂദനെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ച ഒരു കാര്യം, അവർ ആ കാലഘട്ടത്തിൽ അവരുടേതായ അളവിൽ ലോകത്തിന്റെ ഒരു വെളിച്ചമായിരിക്കണം, ലോകത്തിലെ ഒരു ശ്രേഷ്ഠ ജാതിയായിരിക്കണം, മറ്റുള്ളവർ അവരെ കണ്ടു പഠിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷെ നമുക്കറിയാം, പലപ്പോഴും യഹൂദനെ പറ്റിപ്പോയൊരു കാര്യം, മറ്റുള്ളവർ യഹൂദനെ കണ്ടു പഠിക്കുന്നതിന് പകരം യഹൂദൻ വീണ്ടും 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 ജാതികളെ കണ്ടു പഠിക്കുകയും അവരുടെ വിഗ്രഹങ്ങളെ സേവിക്കുകയും അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ആ നിലയിൽ ജാതികളോട് ഇടകലർന്ന് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുമ്പോൾ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ.
പക്ഷെ നമുക്കറിയാം അവർ ദൈവം ആഗ്രഹിച്ച ഒരു അളവിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. ലോകത്തില് ഏറ്റവും ശ്രേഷ്ഠ ജാതിയായി അവർ ജീവിക്കണമെന്നും അവരെ കണ്ട് മറ്റുള്ള ജാതികള് ദൈവിക മൂല്യങ്ങൾ പഠിക്കാനായിട്ട് ഇടയാകണമെന്നുമായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ അങ്ങനെ ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, അതിന്റെ അനന്തരഫലമായിട്ടാണ് ദൈവം യഹൂദനെ പലപ്പോഴും അടിമത്തത്തിലേക്ക് വിടുകയും അവസാനം കർത്താവിന്റെ കാലത്തിന് ശേഷം അവർ ലോകമെങ്ങും ചിതറിപ്പോയി ജാതികളുടെ ഇടയിൽ അവമാനിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും കൊന്നെടുക്കപ്പെടുകയും ചെയ്തതിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളോടുള്ള ബന്ധത്തിൽ കർത്താവ് മത്തായി സുവിശേഷം 5 പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അപ്പൊ മറ്റുള്ളവര് കർത്താവിനെ രുചിക്കേണ്ടത് നമ്മളിലൂടെയാണ്. പാപത്തിന്റെ ഇരുള് മൂടിയ ഈ ലോകത്ത്, അശുദ്ധിയും മ്ലേച്ഛതയും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കൊരു വെല്ലുവിളിയായിട്ട് അവൻ നിൽക്കണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്നതായിരിക്കണം എന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. പക്ഷെ തുടർന്ന് 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഈ ഒരു സത്യം യഹൂദൻ വിശ്വസിക്കുകയോ ആ നിലയിൽ ദൈവത്തെ അന്വേഷിക്കുകയോ ചെയ്യാത്തതിന്റെ അനന്തരഫലമായിട്ട് ആണ് ദൈവം വരെ തള്ളിക്കളയുന്നതിനിടയായി തീർന്നത്. പക്ഷെ അവിടെയും ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് നീക്കം വരുന്നില്ല. നമുക്കറിയാം, ഇസ്രായേലിലെ ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് കനാനിലേക്ക് അവരെ നടത്തിക്കൊണ്ടുപോയി. പക്ഷെ അവരിൽ മഹാഭൂരിപക്ഷം പേരും വിശ്വസിച്ചില്ല. പക്ഷെ വിശ്വസിച്ച 2 പേർ അസ്വസ്ഥയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞതുപോലെ ചിലരൊക്കെ വിശ്വസിക്കാതിരിക്കുക വഴി ദൈവത്തിന്റെ വിശ്വസിക്ക് ഒരിക്കലും ഭംഗം വരുന്നില്ല. ദൈവം താൻ കൊടുത്ത വാഗ്ദത്തം ആ 2 പേരിൽ നിവർത്തിക്കുന്നതിനിടയായി തീർന്നു, യോശുവയും കാലേബും. അപ്പൊ ചിലർ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുന്നില്ല. 4-ാം വാക്യം നമ്മൾ വായിക്കുന്ന, നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ ന്യായവിസ്താരത്തിൽ ജയിപ്പാനും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. ഈ ലോകം മുഴുവൻ ദൈവത്തിനെതിരായിട്ട് നിന്നാലും ദൈവം സത്യവാനാണ്, അവൻ ഭോഷ്ക് പറയാൻ അവന് കഴിയത്തില്ല. ആര് വിശ്വസിക്കുന്നോ അവരുടെ ജീവിതത്തില് ഈ ദൈവവാഗ്ദത്തങ്ങളെല്ലാം യാഥാർത്ഥ്യമായി തീരും നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം 4 പറയുന്നു, വിശ്വസിച്ച നാമല്ലോ ആ സ്വസ്ഥയിൽ പ്രവേശിക്കുന്നത്. ഒത്തിരി പേര് അവിശ്വസിക്കുന്ന, പലപ്പോഴും നമ്മൾ ഈ ഒരു ചലഞ്ചിനെ നേരിടുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത തലമുറ ലോകം അവരെ ലോകത്തിലേക്ക് ആകർഷിക്കുമ്പം അവർ പ്രതീക്ഷയോടെ നമ്മളിലേക്ക് നോക്കുന്നുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അവരെ വെല്ലുവിളിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ രൂപാന്തരമാണ് അവരിൽ വിശ്വാസം ഉളവാക്കേണ്ടത്. നമ്മള് കർത്താവ് സൗഖ്യമാക്കിയ ഒരാളോടുള്ള ബന്ധം നമ്മളിങ്ങനെ വായിക്കുന്നു, അവനെ കണ്ട് ആ ദേശം മുഴുവൻ കർത്താവിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ ആന്തരികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന സൗഖ്യം, പാപത്തിൽ നിന്നുള്ള വിടുതല് ആണ് നമ്മുടെ അടുത്ത തലമുറയെ വെല്ലുവിളിക്കാൻ ഇടയായി തീരേണ്ടത്. ഒരു പ്രതീക്ഷയോടെ നമ്മളെ നോക്കുന്നുണ്ട്. അവർക്കും അറിയാം ഈ കോപവും മോഹവും ഇതെല്ലാം പ്രശ്നമുള്ള കാര്യമാണെന്ന് അവരുടെ ഉള്ളിൽ അവർക്ക് ബോധ്യമുണ്ട്. അവരുടെ മനസാക്ഷിയിൽ വ്യക്തമായ ബോധ്യം അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രതീക്ഷയോടെ നമ്മളിലേക്കാണ് നോക്കുന്നത്. എപ്പോഴും ഒരു മാതൃക മനുഷ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ലോകത്തിൽ ഒത്തിരി നേതാക്കന്മാരുണ്ടാവാത്ത. ജനത്തിന്റെ പൊതുവിലുള്ള ഒരു പ്രവണത ഒരു നേതാവായി നിൽക്കുന്ന ഒരാളുടെ പിന്നാലെ പോകാനുള്ളതാണ്. അവരുടെ നേച്ചർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് നേതാക്കന്മാരുടെ എണ്ണം ചുരുക്കമായിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ഒരു പ്രതീക്ഷയോടെ നോക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ സത്യമാണെന്ന് നമ്മളെ കണ്ടിട്ടാ തിരിച്ചറിയുന്നത്. അപ്പം നമ്മളെ CFCയിൽ ഏറ്റവും കൂടുതൽ ഏറ്റുപറയുന്ന ഒരു വചനമാണ് റോമർ 6:14. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനത്തിലെ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയല്ല. അവര് പാപത്താൽ പീഡിക്കപ്പെടുന്ന നമ്മുടെ തലമുറകള്, നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മളിലേക്ക് നോക്കുമ്പോൾ ഒരു മാതൃകയായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് കഴിയുന്നുണ്ട്. തീമോഥെയോസിനോട് പൗലോസ് പറഞ്ഞപ്പം നീ വിശ്വാസത്തിലും സഹിഷ്ണുതയിലും സ്നേഹത്തിലും
എല്ലാം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കുക എന്ന് പറയുമ്പോൾ, എന്ന് പറഞ്ഞതുപോലെ പ്രതീക്ഷയോടെ ലോകം നമ്മളിലേക്ക് നോക്കുമ്പോൾ ഒരു മാതൃകയായിട്ട് അവരെ വെല്ലുവിളിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ദൈവം ഒരിക്കലും ഫോഷ്ക്ക് പറയത്തില്ല. അവന്റെ വാക്കുകൾ എത്ര ഉണ്ടെങ്കിലും ഉവ്വ് ഉവ്വ് എന്നാണ്. അപ്പൊ അത് ദിനംപ്രതി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്രായേലിന് കനാൻ അവകാശമായി കൊടുത്തപ്പോൾ അവർ ഓരോ ദേശത്തെ കീഴടക്കി അവിടെ കൈവശമാക്കി അവിടെ കുടി പാർത്തിട്ടാണ് അടുത്ത രാജ്യത്തിനെതിരായിട്ട് ഒരു യുദ്ധത്തിന് പോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ദൈവത്തിന്റെ വാക്തത്വങ്ങള് അവകാശമാക്കി ഒരു സ്ഥിരതയുള്ളവരായിട്ട് നിൽക്കാൻ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. 2 പത്രോസ് 1 നമ്മൾ വായിക്കുന്നുണ്ട്, ഇവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങൾ നൽകിയിരിക്കുന്നു. ഈ വാക്തത്വങ്ങളാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്തിലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിലെ തീരാൻ ഇടവരും നമ്മൾ വായിക്കുന്നു. അപ്പൊ അവര് കനാൻ കൈവശമാക്കാനായിട്ട് പോയെങ്കിൽ നമ്മൾ ദൈവിക വാക്തത്വങ്ങളെയാണ് കൈവശമാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പുതിയ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ റോമർ 6:14, പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു വിശ്വാസവുമായിട്ട് ഒരാൾ നമ്മളെ നോക്കുമ്പോൾ നമ്മളൊരു മാതൃകയായിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടോ? നമ്മള് പാപത്തെ ജയിക്കുന്ന ഒരു മാതൃകയായിട്ട് അവർക്ക് നമ്മളെ കാണാൻ പറ്റുന്നുണ്ടോ? സ്നേഹത്തിനും സഹിഷ്ണുതയ്ക്കും ക്ഷമയ്ക്കും കരുണയ്ക്കും ഒക്കെ ഒരു മാതൃകയായിട്ട് അവർക്ക് നമ്മളെ കാണാനായിട്ടും അവരുടെ പ്രത്യാശ വർദ്ധിക്കാനും ഇടയാവുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യം. 5-ാം വാക്യം, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നുവെങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യരീതിയിൽ പറയുന്ന ഒരു നാളും അല്ല. ആ കാലഘട്ടത്തില് ചിലർ പറയുന്ന ഒരു കാര്യം അതായിരുന്നു, നമ്മൾ പാപം കൂടുതൽ ചെയ്യത്തോറും ദൈവം നമ്മളോട് കൂടുതൽ കരുണ കാണിക്കും. അപ്പൊ ദൈവം എത്ര കരുണയുള്ളവനാണെന്ന് നമുക്ക് അതുവഴി ഗ്രഹിക്കാൻ കഴിയും. പക്ഷെ ദൈവത്തിന്റെ പ്രമാണം ഒരിക്കലും അങ്ങനെ അല്ല. നമുക്കറിയാം, ശബരിക്കാരത്തി വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോടുള്ള ബന്ധത്തിൽ കർത്താവ് അവളോട് കരുണ കാണിച്ചു. പക്ഷെ അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, സമാധാനത്തിലെ പൊക്കോ, മേലാൽ പാപം ചെയ്യരുത്. 1 നമ്മൾ വായിക്കുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുവൻ പാപം ചെയ്യുന്നുവെങ്കിലോ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ സന്നിധിയിലുണ്ട്. അപ്പം ദൈവം പ്രാഥമികമായിട്ട് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം പാപം ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടതും നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയതും നമുക്കൊരു മാതൃകയായി തീർന്നതും. പക്ഷെ ആ കാലഘട്ടത്തിലെ പലരും അങ്ങനത്തെ ഒരു നിലപാടുള്ളവരായിരുന്നു. ഞാൻ അധികം പാപം ചെയ്തോറും ദൈവത്തിന്റെ കൂടുതൽ കൃപ കരുണ നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്. കൃപ വരികേടുന്നതിൽ പാപം ചെയ്തുകൊണ്ടിരിക്കാമെന്നോ ഒരു നാളും അരുത്. അപ്പൊ അവിടെ ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമ്പം നമ്മൾ യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കണം. 6-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അല്ലെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും? ദൈവത്തിന്റെ സത്യം എന്റെ ഫോഷ്കിനാൽ അവന്റെ മഹത്വത്തിനായി അധികം തെളിവായെങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നത് എന്ത്? നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. ഇവർക്ക് വരുന്ന ശിക്ഷാവിധി നീതിയുള്ളവ തന്നെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്നുള്ള നിലയിൽ അപ്പോസ്തലനെ കുറിച്ച് അവര് പറയുന്നെന്നാ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു കൂട്ടരുണ്ടായിരുന്നു ആ കാലഘട്ടത്തില്. പക്ഷെ അപ്പോസ്തലൻ പറയുന്നു, ഇവർക്കും വരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെ. അങ്ങനെ പറയുന്നവരോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ നീതിക്കും വിശ്വസ്തയ്ക്കും ഭംഗം വരുന്നില്ല. അവർക്കും ദൈവം നീതിയുള്ള ഒരു ശിക്ഷാവിധി തന്നെയായിരിക്കും കൊടുക്കുന്നത്. തുടർന്ന് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആകയാൽ എന്ന് നമുക്ക് വിശേഷതയുണ്ട്, അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. 1-ാമത്തെ അധ്യായത്തിൽ യവനന്മാരെ അല്ലെ ജാതികളെ കുറിച്ചാണ് പറയുന്നത്. അവര് എല്ലാവരും പാപികളാണെന്ന് പറഞ്ഞ് 2-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ തുടങ്ങി 3-ാം അധ്യായത്തിന്റെ 18 വരെ ഉള്ള വാക്യങ്ങൾ വരുന്നിടത്ത് യഹൂദനും വിശേഷതയില്ലെന്നാ പറയാം. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ട്, അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. അപ്പം യഹൂദൻ അങ്ങനെ ചിന്തയുണ്ടായിരുന്നു, ഞങ്ങൾ വിശേഷപ്പെട്ട ജാതിയാണെന്നും ദൈവം ഞങ്ങളെ കൈവിടത്തില്ലെന്നും
എന്നുള്ളൊരു ചിന്താഗതിയിലാണ് യഹൂദന്മാർ ജീവിച്ചിരുന്നത്. മറ്റുള്ളവരെ വിധിക്കുകയും മരണശിക്ഷയ്ക്ക് വിധിക്കുകയും കല്ലെറിഞ്ഞ് കൊല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ തന്നെ പാപത്തിന് അടിമകളായിരിക്കുകയായിരുന്നു അവർ മറ്റുള്ളവരെ ശിക്ഷാവിധിക്ക് കീഴിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എല്ലാ മനുഷ്യരും പാപികളാണെന്നുള്ളതാണ്. ഒരിക്കല് ഇവിടെ നമ്മുടെ കത്തോലിക്കരായ സഹോദരങ്ങളുടെ ഒരു റാലിയുണ്ട്, പിള്ളേരുടെ സൺഡേ സ്കൂൾ റാലി. ആ റാലി ഇങ്ങനെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ വിളിച്ചൊരു മുദ്രാവാക്യം ഇങ്ങനെയാണ്: സ്വർഗം തരിശു കിടന്നാലും കത്തോലിക്കർക്കല്ലാതെ ആർക്കും അത് കിട്ടത്തില്ല. അപ്പം അവരെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമുക്കേ സ്വർഗം കിട്ടത്തുള്ളൂ, ബാക്കി ആർക്കും കിട്ടത്തില്ല. നമ്മുടെ ഉള്ളിലും യഹൂദനും അങ്ങനെ ചിന്തയുണ്ടായിരുന്നു. തങ്ങളാണ് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, മറ്റുള്ളവർക്ക് രക്ഷയില്ല. അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിലേക്കൊക്കെ വരുമ്പം ജാതികൾ രക്ഷിക്കപ്പെട്ടു വന്നപ്പം യഹൂദന്മാരായിട്ടുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പത്രോസ് അപ്പോസ്തലനും തെറ്റിപ്പോകാനുള്ള കാരണം ആ ഒരു മനോഭാവമായിരുന്നു. അപ്പം ദൈവം വ്യക്തമായിട്ട് ഒരു ദർശനത്തിലൂടെ ഒരു തുപ്പട്ടി കാണിച്ച് അറുത്ത് ഭക്ഷിക്കാൻ പറഞ്ഞ് അവനോട് പറഞ്ഞ് ദൈവം നീതീകരിച്ചതിനെ മനുഷ്യന് മല്ലമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞ് ആ ഒരു ബോധ്യത്തിലേക്ക് നടത്തിയിട്ടാണ് കൊർന്നേലിയോസിന്റെ അടുക്കിലേക്ക് അയച്ചത്. തുടർന്ന് പക്ഷേ അവരോട് കൂടെ ഭക്ഷണം കഴിച്ച് യഹൂദയിൽ നിന്ന് ചിലർ വന്ന ഉടനെ തെറ്റിപ്പോയി, മാറി നിന്നവരോട് ഭക്ഷണം കഴിക്കാതെ. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, യഹൂദന്റെ ഉള്ളിലും ആഴത്തിൽ വേരൂന്നിരുന്നൊരു ചിന്താഗതി തങ്ങൾക്ക് മാത്രമേ രക്ഷയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ശാപത്തിന് കീഴാണ്, എല്ലാവരെയും ദൈവം ന്യായം വിധിക്കുക എന്നുള്ളതായിരുന്നു. അതും ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ശ്രമിച്ചെങ്കിലും അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് ഒരു തർക്കം ഉണ്ടാകുകയും സഭയിൽ തർക്കം ഉണ്ടാകുകയും ഇങ്ങനെ യാതൊരു രക്ഷിക്കപ്പെട്ടു വരുന്നവരെല്ലാം പരിച്ഛേദനയാക്കണം, മോശയുടെ ന്യായപ്രമാണം ആചരിക്കണമെന്നുള്ള നിർബന്ധം വന്നു. അങ്ങനെ തർക്കം ഉണ്ടായ, അങ്ങനെ സഭ കൂടി പൗലോസ് അപ്പോസ്തലൻ ശക്തമായിട്ട് എതിർത്തു. രക്ഷ വിശ്വാസത്താലാണ്, പ്രവൃത്തികളാൽ അല്ല എന്നുള്ള ഒരു അടിസ്ഥാനം അവിടെയാണ് ഉറപ്പിക്കാനിടയായത്. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, നമ്മളിപ്പം CFC-യിലായിരിക്കുക വഴി നമ്മുടെ ഉള്ളിൽ വരാവുന്ന ഒരു ചിന്ത, ഏറ്റവും മഹത്വകരമായ ഉപദേശം CFC-യുടേതാണ്, മറ്റുള്ളവരൊക്കെ മോശക്കാരാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലും വരാം. ഒരു വലിയ അപകടമാണ്. പക്ഷെ നമ്മൾ ആ CFC-യുടെ ഉപദേശം അനുസരിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആ ചിന്താഗതി വരത്തില്ല. നമ്മൾ കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അനുസരിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി വരുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, യോഹന്നാന്റെ ലേഖനത്തില്, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വീണ്ടും ജനിച്ചവരെല്ലാം വീണ്ടും ജനിക്കപ്പെട്ടവരെ സ്നേഹിക്കും. അവന്റെ ഉപദേശത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല. അതിന്റെ കാരണം അവനും സ്വർഗസ്ഥനായ പിതാവിന് ജനിച്ചതാ. പക്ഷെ നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. സാഗ്ബർ ഒത്തിരി കാലമായിട്ട് ഇത് പറയുന്നുണ്ട്. നമുക്ക് അവരോട് ഒരു കൂട്ടായ്മ പറ്റത്തില്ല, പക്ഷെ നമുക്ക് അവരുമായിട്ടൊരു നല്ല ബന്ധം പുലർത്താൻ കഴിയും. കാരണം ഈ വൈകല്യമുള്ള ഒരു ആളെ പോലെയാണ് ഈ യഥാർത്ഥ ഉപദേശത്തിലേക്ക് വരാതെ വീണ്ടും ജനിച്ചവര്. ഒരു വൈകല്യമുള്ളൊരു മനുഷ്യനെ പോലെയാണ്. പലരും വൈകല്യമുള്ളവരെ ഒഴിവാക്കി നിർത്തും, അവരിൽ നിന്ന് അകന്നു നിൽക്കും എന്ന് പറഞ്ഞ പോലെ നമുക്കും അങ്ങനത്തെ ഒരു ചിന്താഗതി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഈ ഉപദേശത്തിന്റെ അനുസരണത്തിൽ വളരുകയാണെങ്കിൽ നമുക്ക് ദൈവമക്കളായിരിക്കും, വീണ്ടും ജനിച്ച എല്ലാവരോടും വിശാലതയുള്ള ഒരു ഹൃദയം ഉണ്ടാകും. കാരണം കർത്താവ് ഒരു വലിയ വില കൊടുത്താണ് അവരെയും വീണ്ടെടുത്തത്. നമുക്ക് വേണ്ടി കൊടുത്ത അതേ വില അവർക്ക് വേണ്ടിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സത്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കുന്നില്ലെങ്കിൽ നാം ഒരു പരീക്ഷത്വത്തിന്റെ ആത്മാവിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മളെ ആത്മീയ വളർച്ച തടയുന്ന ഒരു കാര്യമാണ്. നമ്മളെ വളരെ തോറും നമുക്ക് ഈ ഒരു സത്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കും. ഇവിടെ 9-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ എന്താ നമുക്ക് വിശേഷതയുണ്ട്, അശേഷമില്ല, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നത് നാം മുമ്പേ തെളിയിച്ചുവല്ലോ എന്ന് പറഞ്ഞിട്ട് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 10 മുതൽ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല,
എല്ലാവരും വഴിതെറ്റി ഒരുപോലെ വളരാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തം പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മളെ കുറിച്ചുള്ള ഒരു യഥാർത്ഥത്തിലുള്ള വിവരണമായിരുന്നു. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മളെ ഒഴിവാക്കി നിർത്തി ചിന്തിക്കരുത്. ഇവിടെ വളരെ വ്യക്തമാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആരും നീതിമാന്മാരല്ലെന്നുള്ളതാണ് അർത്ഥം. പക്ഷെ നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? കർത്താവ് യേശുക്രിസ്തു പാപികളെ രക്ഷിക്കാനാണ് ലോകത്തിൽ വന്നത്. നമുക്കിവിടെ അത് കാണാനായിട്ട് കഴിയും. ഞാനൊരു പാപി ആയതുകൊണ്ടാണ് കർത്താവ് എന്നെ രക്ഷിച്ചത്, ഞാൻ നീതിമാൻ ആയതുകൊണ്ടല്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. യേശുക്രിസ്തു കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നത്. അപ്പം കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ പാപിയാണെന്നുള്ള ഒരു ബോധ്യത്തിലാണ്. പലപ്പോഴും നമ്മൾ പ്രത്യേക സഭകളിലൊക്കെ വളർത്തപ്പെടുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാവാം, ഞാനൊരു പാപിയല്ല. നമുക്കൊരു ചിന്ത വന്നാൽ കർത്താവ് നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. കർത്താവ് ഒന്ന് പാപികളെ രക്ഷിക്കാൻ. അവൻ പ്രാഥമിക പടി എന്ന് പറയുന്നത് ഞാനൊരു പാപിയാണ്, എന്നിൽ നന്മയൊന്നും ഇല്ല എന്ന് ഞാൻ ദൈവസന്നിധിയിൽ അംഗീകരിക്കുന്നിടത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യഹൂദനുണ്ടായിരുന്ന ഒരു ചിന്ത ഏതായിരുന്നു? ഞങ്ങള് ജാതികളെ പോലെയുള്ളവരല്ല. പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയപ്പോഴും ആ പരീശന്റെ മനോഭാവം എന്തായിരുന്നു? ഈ ചുങ്കക്കാരനെ പോലെ അല്ലായിയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇതേ ചിന്താഗതി വരും. നമ്മൾ താഴ്മയുടെ വഴിയിൽ സുബോധത്തിൽ ജീവിക്കുന്നിടത്ത് മാത്രമേ ഈ സത്യങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഞാനാണ്, അതുകൊണ്ടാണ് പൗലോസ് തന്റെ ജീവിതത്തിന്റെ അന്ത്യസമയത്ത് പറഞ്ഞ പാപികളിൽ ഞാൻ ഒന്നാമൻ. പക്ഷെ ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് താൻ അനന്യനാണെന്ന് പറയുന്നുണ്ട്. ന്യായപ്രമാണം വെച്ച് വിധിച്ചാൽ തന്നെ താൻ പാപിയല്ല. പക്ഷെ യഥാർത്ഥ സത്യം താൻ കണ്ടു കഴിഞ്ഞപ്പോൾ താൻ പറയുന്നൊരു കാര്യം, ആ പാപികളിൽ ഞാൻ ഒന്നാം എന്ന് പറഞ്ഞ ഞാനാണ് ഏറ്റവും വലിയ പാപി. നമ്മുടെ എല്ലാ ഉള്ളില് നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കർത്താവെ, ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്നോട് കരുണ തോന്നണമേ. പക്ഷെ സാത്താൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടിരുന്ന ഒരു ചിന്താഗതി, ഞാൻ അങ്ങനത്തെ വലിയ പാപിയൊന്നും അല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പാപിയാണെന്നുള്ള ഒരു ആന്തരിക ബോധ്യത്തിൽ നിന്നാണ് രക്ഷ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുന്നത്, യഥാർത്ഥ രക്ഷ. മറ്റേ നമ്മുടെ പുറമേയുള്ള തലത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ച് പ്രശംസയും ഉന്നത ചിന്തകളും, ഞാൻ അങ്ങനെ വലിയ ഭാവിയല്ല എന്നൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നിടത്ത് നമ്മൾ വഞ്ചിക്കപ്പെടും. സാക് ബ്രദർ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. ദൈവത്തിന്റെ സ്കൂളില് 99 കിട്ടിയാലും ജയിക്കത്തില്ല. ഇപ്പം 0 കിട്ടിയവനും 1 കിട്ടിയവനും 10 കിട്ടിയവനും 99 കിട്ടിയവനെല്ലാം ദൈവത്തിന് മുമ്പിൽ ഒരുപോലെ. പക്ഷെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്താറുണ്ട്. പുള്ളിയേക്കാളല്ലേ നമ്മുടെ ഭാര്യമാരുമായിട്ടൊക്കെ നമ്മൾ താരതമ്യപ്പെടുത്താറുണ്ട്. കുറച്ചുകൂടെ മെച്ചം ഞാനാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചൊരു വിജയമോ സ്വസ്ഥതയോ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കും, ഞാനാ കുറെ കൂടെ മെച്ചം. അത് നമ്മളെ യഥാർത്ഥ രക്ഷയിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു കാര്യമാണ്. ഇവിടെ വളരെ വ്യക്തമാണ്. ഇപ്പൊ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ 9 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചത്. നമ്മൾ ആ ഒരു ഡെപ്തിൽ എത്തിക്കഴിഞ്ഞാല് ദൈവത്തിന് നമ്മളെ യഥാർത്ഥ രക്ഷയിലേക്ക് നയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. പലപ്പോഴും നമ്മളിങ്ങനെ പറയാറുണ്ട്, ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നീതിമാൻ ആരും ഒരുത്തം പോലും ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മിൽ തന്നെ ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഉള്ള ഒരാളല്ല. അപ്പൊ ദൈവത്തെ അന്വേഷിക്കാനുള്ള താല്പര്യം എവിടെ നിന്ന് നമുക്ക് ഉണ്ടായത്? നമ്മൾ ഫിലിപ്പിലാന്തി വായിക്കുന്നത് ഇച്ഛിക്കുക എന്നതും
പ്രവർത്തിക്കുക എന്ന് ദൈവമല്ലോ തിരുവുള്ളുണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇച്ഛ പോലെ എവിടുന്നാ വന്നേ? ദൈവത്തിൽ നിന്നാ വന്നത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവത്തെ അന്വേഷിപ്പിക്കുന്ന ഒരു കൽപ്പന എനിക്ക് കിട്ടി. എന്നിൽ നിന്ന് വന്നതല്ല, മേലെ നിന്ന് കിട്ടിയ ഒരു കൽപ്പനയാണ്. അപ്പൊ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ തന്നെ ദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു മനോഭാവം ഉള്ളവരല്ല ആദാമ്യ സന്തതിയിൽ ആരും. ഇനി അങ്ങനെ ഒരു താല്പര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്നെ തന്നതാണ്. അല്ലെ? റോമാലേഖനത്തിൽ തുടർന്ന് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അതിന്റെ 9-ാം അധ്യായത്തില് ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, മുപ്പതിലല്ല, ആ വാക്യം ഇതാണ്. അത് ഇവിടെ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന്, സോറി, 11-ാം അധ്യായം 36-ാം വാക്യമാണ്, 11:36 സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. അപ്പൊ സകലവും ആരംഭിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. സകലത്തിന്റെയും ആരംഭം. നമ്മളിൽ എന്തേലും ഒരു നന്മ ആരംഭിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ തന്നെ വന്നതല്ല, അത് ദൈവത്തിൽ നിന്ന്, ദൈവം നമുക്ക് തന്നതാണ്. കാരണം നമ്മളെ കുറിച്ചുള്ള സത്യം ഇപ്പൊ നമ്മൾ വായിച്ചതാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. പക്ഷെ ദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ തരുന്നത് പോലും ദൈവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാളെ നമ്മളെക്കാൾ താഴ്ന്ന ഒരാളാണെന്ന് പറയാൻ പറ്റത്തില്ല, വിധിക്കാൻ പറ്റത്തില്ല, താത്തിക്കെട്ടാൻ പറ്റത്തില്ല. കാരണം എല്ലാവരുടെയും ഉള്ളിൽ അങ്ങനെ കൊടുക്കുന്ന ദൈവമാണ്. നമ്മൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ട്, ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? നമുക്ക് ദാനം കിട്ടിയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്കൊന്നും പ്രശംസിക്കാനില്ല. പക്ഷെ നമ്മൾ തന്നെ സ്വയമായിട്ട് നേടിയെടുത്ത കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അത് ശരിയാണ്. ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാർ പറയും, എടാ മലബാറിൽ വന്നിട്ട് എൻ്റെ കൈകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ ഇതൊക്കെ എന്ന് പറയും. പക്ഷെ അതുപോലും യാഥാർത്ഥ്യമല്ല. കാരണം സാരിശാഖ് നമ്മൾ വായിക്കുന്നു, ഈ സമ്പത്തുണ്ടാക്കാനുള്ള ഇത് തരുന്ന ദൈവമാണ് തരുന്നത്, മനുഷ്യൻ തന്റെ അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുന്നില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെ ആദാമ്യ സന്തതിയുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഉയർന്ന ചിന്താഗതിയുണ്ട്. അപ്പൊ നമ്മൾ താഴ്മയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ഈ ഏറ്റവും അടിത്തട്ടിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ വായിച്ച വാക്യങ്ങൾ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ എല്ലാവരും പാപത്തിൻ കീഴാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലും ഇല്ല, ഗ്രഹിക്കുന്നുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല, എല്ലാവരും വഴി തെറ്റി ഒരുപോലെ കൊള്ളുതരാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അടുത്ത വാക്യം പറയുന്നത്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു, അവരുടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടുന്നു. അല്ലെ, നമുക്കത് അറിയാതെ. ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത, അല്ലെ നമുക്ക് പിടിക്കാത്തൊരു കാര്യം വരുന്ന ഉടനെ നമ്മൾ വരുന്ന ചിന്ത എന്താന്ന് നമുക്കറിയാം. ഈ രക്തച്ചൊരിച്ചിലിന്റെ ചിന്തകളായിരിക്കും, പ്രതികാരത്തിന്റെ ചിന്തകളായിരിക്കും. നമ്മളെ കുറിച്ചുള്ള യാഥാർത്ഥ്യം നമ്മളിൽ തന്നെ ഇതൊക്കെ ഉള്ളൂ. അവരുടെ കാൽ രക്തം ചൊരിയാൻ ബന്ധപ്പെടും, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്, സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. നമ്മളെ കുറിച്ച് ഇതെല്ലാം പറയുന്നത്. നമ്മുടെ ഉള്ളിൽ സമാധാനത്തിന്റെ ഒരു മാർഗമല്ല ഉള്ളു ആദാമ്യ സന്തതിയുടെ ഉള്ളില്. നേരെ മറിച്ച് അസമാധാനത്തിന്റെയും അസംതൃപ്തിയുടേതാണ്, വെല്ലുവിളിയുടെയും പ്രതികാരത്തിന്റെയും പകയുടെ. നമുക്ക് നമ്മളെ തന്നെ ഇത് കാണാൻ കഴിയും. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നു, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഉടനെ, അല്ലെ വേറൊരാൾ നമ്മളോട് സംസാരിക്കുന്ന, നമ്മുടെ ഉള്ളിൽ പ്രതികാരത്തിന്റെ ചിന്തയാ വരുന്നത്, സമാധാന മാർഗമല്ല നമുക്കുള്ളത്. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ആദാമ്യ സന്തതിയെ കുറിച്ചുള്ള സത്യമായത്, ദൈവഭയം ഇല്ല. നമുക്കറിയാം, നമ്മൾ പാപം ചെയ്യാനുള്ള കാരണം
ദോഷം ചെയ്യാനുള്ള കാരണം ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ നമ്മുടെ ക്രിസ്തീയം നമ്മള് ഇവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്. ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ് നമ്മളെക്കുറിച്ച് തന്നെ നമ്മുടെ ചിന്തകളും വിലയിരുത്തലുകളും മനോഭാവങ്ങളും എന്താണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നമ്മൾ അംഗീകരിക്കുന്നിടത്തിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ള ഒരു വീണ്ടെടുപ്പിന്റെ പ്രക്രിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ആരംഭിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞ ഞാൻ ആ പാപികളിൽ ഒന്നാമനാണ്. ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് താൻ അത് പറഞ്ഞത്. ഇവിടെ താൻ റോമയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ ഈ സത്യം അവർക്കും ഒരു വെളിച്ചമായിട്ട് വരാനായിട്ടാണ് ഇങ്ങനെ ഡീപ്പായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. നമ്മളോടുള്ള ബന്ധത്തിലും നമ്മൾ അവിടുന്നാ തുടങ്ങുന്നത്. ഏറ്റവും വലിയ പാപി ഇപ്പൊ ഉദാഹരണം ഇത്രയേ ഉള്ളൂ. ഒരു ക്ലാസ്സില് ഉത്തരപേപ്പർ സാർ കൊണ്ട് കൊടുക്കുന്നു, നമുക്ക് 0 ആയ കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് 1/2 മാർക്കും 1 മാർക്കും അതിന് മുകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ എന്താ ചിന്തിക്കുക? ഞാനാണ് ഏറ്റവും മോശം. പക്ഷെ നമ്മൾ ഈ ആത്മീയ വഴിയിൽ നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോഴും ദൈവം അങ്ങനത്തെ ഒരു മനോഭാവം ഉള്ളവരുടെ ജീവിതത്തിലാണ് ഒരു യഥാർത്ഥ പ്രവൃത്തി തുടങ്ങുന്നത്. ഏറ്റവും മോശം ഞാനാണ് കർത്താവെ, എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, പുകഴാനൊന്നുമില്ല, മറ്റുള്ളവരൊക്കെ എന്നേക്കാൾ ശ്രേഷ്ഠന്മാരാണ്. അങ്ങനത്തെ ഒരു ചിന്തയിൽ നിന്നാണ് ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നത്. നമ്മളിങ്ങനെ വായിക്കുന്നു 1 പത്രോസ് 5:5 ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കും. നമുക്കറിയാം നമ്മുടെ ആദാമ്യ സന്ധിനും ജഡത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിഗളം. നമ്മൾ എത്ര പിടിച്ച് കീഴടക്കാൻ ശ്രമിച്ചാലും നമ്മൾ അറിയാതെ അത് ചാടി വരും നമുക്ക് കാണാനായിട്ട് കഴിയും. നിഗളവും ഉന്നത ഭാവവും ഉന്നത ചിന്തകളും. മത്തായി 11:29 അതുകൊണ്ട് കർത്താവ് പറഞ്ഞ സൗമ്യതയും താഴ്മയുള്ളവനാകിയാലും ആ സൗമ്യതയും താഴ്മയാകുന്ന മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. തുടർന്ന് 19-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു നാം അറിയുന്നു. അങ്ങനെ ഏത് വായു അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതിന് അത്രേ. അപ്പം എല്ലാ വായുവടെയും എല്ലാവരും സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരാണെന്നുള്ളതാണ് സത്യം. നമുക്ക് നമ്മളെ കുറിച്ച് അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവേ, നിന്റെ കരുണ കൊണ്ടാണ് നീ എന്നെ രക്ഷിച്ചത്, നീ എന്നെ സഭയിലാക്കി വെച്ചത്, ഞാനിത് അർഹിക്കുന്നൊന്നും ആയിരുന്നില്ല, നിനക്ക് എന്നോട് ദയ തോന്നിയിട്ടാണ് നീ ചെയ്തേ, നിന്റെ കൃപയാണ് ഇങ്ങോട്ട് എന്നെ നടത്തിയത്, ഞാനാണ് ഏറ്റവും വലിയ പാപി, എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, പുകഴാനൊന്നുമില്ല. അല്ലെ, നമ്മുടെ ജഡത്തിലുള്ള പ്രശംസ എന്ന് പറഞ്ഞാൽ വളരെ വലിയതാണ്. നമ്മൾ നമ്മുടെ കുടുംബ മഹിമയെ കുറിച്ച് ഇപ്പം നമുക്കറിയാം, യൂറോപ്യന്മാരെ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നവരെ പരിഗണിച്ചത് മൃഗങ്ങളെ പോലെയാണ്. അവരെ അവിടുന്ന് പിടിച്ചോണ്ടും വന്ന് അടിമകളാക്കി വെച്ച് കന്നുകാലി വിൽക്കുന്നവര്. എന്താ അതിന്റെ കാരണം? തമ്മിൽ നോക്കിയാൽ കളറിലെ വ്യത്യാസമുള്ളൂ. എനിക്ക് തോന്നുന്ന യൂറോപ്യൻസിനേക്കാൾ ആരോഗ്യമുള്ളവരും ഒക്കെ ആഫ്രിക്കക്കാരായിരുന്നു. പക്ഷെ അവരെ കൊണ്ട് നടക്കി. എന്താ അതിന്റെ കാരണം? നമുക്കറിയാം, ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു തരംഗം ഉണ്ടായിരുന്നു. ഏറ്റവും ശുദ്ധമായ രക്തം ജർമ്മൻ രക്തം, ബാക്കിയുള്ള എല്ലാ അശുദ്ധ രക്തമാണ്, അവരെല്ലാം നമുക്ക് അടിമകളായിരിക്കേണ്ടവരാണെന്നുള്ളൊരു ചിന്താഗതി സാത്താൻ മനുഷ്യന്റെ ഉള്ളിൽ കൊണ്ടിട്ട് ഒന്നാണ്. നമ്മുടെ ഉള്ളിലും നമ്മൾ ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനത്തെ ചിന്താഗതികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ നമ്മളെ തന്നെ കാണാൻ തുടങ്ങുന്നത്. ഇപ്പം ഒരു കാലഘട്ടത്തില് ഈ പെന്തക്കോസ്ത് സഭകളിലൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേക ഒരു സഭയുണ്ടായിരുന്നു. അവരെ മറ്റവരുടെ കൂട്ടത്തിൽ കൂട്ടത്തില്ല, അവരൊന്നും വിവാഹം കഴിക്കത്തില്ല. അവർക്ക്, നമുക്കറിയാം, നമ്മുടെ ജാതി ഉച്ചനീചത്വമൊക്കെ നമ്മുടെ കേരളത്തിൽ വളരെ ശക്തമായി നിലനിന്നിരുന്നതാണ്. റോഡെ നടക്കാൻ പോലും അനുമതിയില്ലായിരുന്നു. പക്ഷേ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്താഗതികൾ അതുണ്ടെങ്കിൽ അതൊരു അപകടം പിടിച്ച ചിന്താഗതി. ജാതാമ്യ വർഗത്തിന്റെ പ്രത്യേകതയാണ് വ്യർത്ഥമായിട്ട് പുകഴുന്ന മനോഭാവം, ശൂന്യതയിൽ ഒന്നുമില്ലാതിരിക്കെ തന്നെ തങ്ങളെ തന്നെ ഉയർത്തുകയും പുകഴുകയും ചെയ്തൊരു മനോഭാവം. ഇന്ന് നമുക്കും അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടോ?
നമ്മൾ മദർ തെരേസയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അവർ കൽക്കട്ടയുടെ തിരുവോരങ്ങളിൽ വന്നിട്ട് ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട കുഷ്ഠരോഗികളെയും രോഗികളെയൊക്കെ ശുശ്രൂഷിച്ചായിരുന്നേ. ഒരാളുടെ അവരെ കുറിച്ച് പറഞ്ഞൊരു സംഭവം ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. മദർ തെരേസയ്ക്ക് എതിരായിട്ട് വലിയ വ്യാപകമായ പരാതി കൊടുത്തു. ഇവിടെ മതപരിവർത്തനത്തിന് വന്നതാണ്, ഇവരെ ഇവിടുന്ന് ഓടിച്ചു വിടണം. അന്ന് കൽക്കട്ടയുടെ കമ്മീഷണർ നേരിട്ട് പരിശോധിച്ചറിയാൻ വേണ്ടി അവരുടെ ആ ഭവനത്തിൽ ചെന്നു. പുള്ളി കയറി വരുമ്പം കാണുന്ന ഒരു കാഴ്ച, കുറച്ചു മുമ്പ് തെരുവിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വൃദ്ധയായ ഒരു സ്ത്രീ മരണാസന്നയാണ്. അവർ ഛർദ്ദിക്കുന്നു. ആ സമയത്ത് ആ ബെഡിനടുത്തൊന്നും ഈ ഛർദി പിടിക്കാനുള്ള പാത്രമില്ല. അപ്പൊ അവര് രണ്ട് കൈയും ചേർത്ത് പിടിച്ച ആ ഛർദി തന്റെ കയ്യിൽ ഏറ്റുവാങ്ങിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി ആ കൈ കഴുകി വൃത്തിയാക്കിയിട്ട് വന്ന് വീണ്ടും ഇവരെ ശുശ്രൂഷിക്കുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോ സ്ത്രീ മരിച്ചു കഴിഞ്ഞപ്പോ ഈ മദർ തെരേസ പറഞ്ഞൊരു കാര്യം, അവിടെ എല്ലാ മതങ്ങളിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഈ സ്ത്രീ ഒരു ഹിന്ദു സ്ത്രീ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ചൊല്ലെ. അങ്ങനെ അതെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഈ കിടക്കയുടെ അടുത്ത് മുട്ടുകുത്തിയിട്ട് അവര് വിശ്വസിക്കുന്ന രീതിയിലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അപ്പൊ ഈ മനുഷ്യൻ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിന്നു. അതിനുശേഷം ഈ പരാതി കൊടുത്ത ആൾക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ പോലെ വല്ലതും സംഭവിക്കുന്നുണ്ട്, ഞാൻ അവരെ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഓടിക്കാം. അവരവിടെ മതപരിവർത്തനമൊന്നും നടത്തുന്നില്ല. അവർ യഥാർത്ഥത്തിൽ മനുഷ്യനെ ശുശ്രൂഷിക്കുക ചെയ്യുന്നു. ഇനി അവരെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ വീടുകളിൽ ചെന്ന് നിങ്ങളുടെ ഭാര്യമാരെയും പെൺകുഞ്ഞുങ്ങളൊക്കെ വിളിച്ചോണ്ടും വരിക, അവരിവരെ ശുശ്രൂഷിക്കട്ടെ ഈ രോഗികളെ, എന്നാൽ ഞാൻ അവരെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു. അതോടുകൂടി പരാതി കൊടുത്തവരൊക്കെ പിരിഞ്ഞുപോയി. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ആ സ്ത്രീയെ എന്താ ഈ നിലയിൽ ഈ അധഃകൃതരും രോഗികളും കുഷ്ഠരോഗികളും വരെ ശുശ്രൂഷിക്കാൻ പ്രേരിപ്പിച്ച കാര്യം എന്തായിരുന്നു? സാഗ്ലർ എനിക്ക് പറയാറുണ്ട്, നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ പറയാം, ഞാൻ വിശ്വസിക്കുന്ന മദർ തെരേസ സ്വർഗത്തിലുണ്ടാകുന്നു. സാഗ്ലർ പറയുന്നതാ. നമുക്കറിയാം കൊർന്നല്യോസിന്റെ കാര്യത്തില് കർത്താവ് അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. കർത്താവ് മുഖം നോക്കുന്നില്ല, ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. നമ്മൾ പലപ്പോഴും ഉപദേശം കൊണ്ട് മറ്റുള്ളവരെ തിരിച്ചറിയാൻ ശ്രമിക്കാറുണ്ട്. അത് വേണ്ടെന്നുള്ളതല്ല, പക്ഷെ അതിന്റെ അപ്പുറത്താണ് നമ്മൾ ആൾക്കാരെ തിരിച്ചറിയേണ്ടത്. അപ്പൊ നമ്മളോട് പറയും, നിങ്ങൾ ശത്രുക്കളെ കൂടെ സ്നേഹിപ്പീൻ. മറ്റ് ഇതര സഭകളിലുള്ളവരോട് നമ്മൾ എങ്ങനെയാ അവരെ നമ്മൾ നോക്കിക്കാണുകയും അവരോടുള്ള നമ്മുടെ സമീപനം എന്താ? അങ്ങനത്തെ ഒരു താഴ്മയുടെ വഴിയിൽ നിന്നാണോ, അതോ അവരെ നമ്മൾ വിധിക്കുകയും വിമർശിക്കുകയും നമ്മൾ അവരെക്കാൾ എത്രയോ ശ്രേഷ്ഠനാണെന്നുള്ള ചിന്തയിൽ അകന്നു നിൽക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഒരു യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനത്തിന്മേലല്ല നമ്മുടെ ക്രിസ്തീയത പണിതിരിക്കുന്നത്. മാത്രമല്ല, യഥാർത്ഥത്തിലുള്ള ഒരു ആത്മാവിന്റെ ഫലത്തിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ലെന്നും കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ ദൈവം ആരംഭിക്കുന്നത് ഒരു പാപിയോടുള്ള ബന്ധത്തിലാണ് ദൈവം തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടർന്ന് നമ്മൾ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. നമ്മളോട് റോമർ 6:14 പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തം നടത്തുക. നമുക്കറിയാം, ന്യായപ്രമാണം ആചരിച്ചിരുന്ന ആർക്കും തന്നെ ദൈവത്തെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ രാജാവ് അവരെ വിളിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, എവിടാ കർത്താവ് ജനിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ജനിച്ച കർത്താവിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനത്തെ ഒരു അപകടത്തെ നേരിടാൻ സാധ്യതയുണ്ട്. ആന്തരികമായിട്ട് ദൈവമായിട്ടൊരു വ്യക്തിബന്ധമില്ലാതിരിക്കുകയും എന്നാൽ നമ്മൾ നമ്മളിൽ തന്നെ പ്രശംസിക്കുന്നവരായി തീരാനുമുള്ള സാധ്യതയുണ്ട്. നമ്മൾ യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യം, 2-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. യിരെമ്യാവ് 2:8
യഹോവ എവിടെ എന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല. അപ്പൊ ദൈവത്തെ അറിയാന്നുള്ളതാണ്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ന്യായപ്രമാണം കൊടുത്തപ്പം ദൈവം ആഗ്രഹിച്ചൊരു കാര്യം എന്താണെന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. റോമർ 3:20 ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഈ ന്യായപ്രമാണം ആചരിക്കാൻ ശ്രമിച്ചവരോടുള്ള ബന്ധത്തിൽ, സത്യസന്ധമായിട്ട് അത് ആചരിക്കാൻ ശ്രമിച്ചവരോടുള്ള ബന്ധത്തിൽ അവർ പാപികളാണെന്നുള്ള ബോധ്യമോ കൂടുതൽ വന്നു. പക്ഷേ പരീശന്മാരും ശാസ്ത്രിമാരോടൊക്കെയുള്ള ബന്ധത്തിൽ അവരെന്തോ ദൈവത്തിന് പ്രിയപ്പെട്ടവരും അടുത്തവരുമാണെന്നുള്ള ചിന്തയാവുന്നു. പക്ഷെ അവർക്ക് ദൈവത്തെ അറിയാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മളും അതേ ഒരു അപകടത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് തന്നെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, അവ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ കർത്താവിന്റെ അടുക്കലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രാഥമികമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം നമ്മൾ താഴ്മയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്, നമ്മളിൽ തന്നെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് നമ്മളിൽ തന്നെയുള്ള ആശ്രയം കാണാൻ കഴിയും, അത് നമ്മളെ ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കത്തില്ല. നമ്മളിൽ തന്നെ നമ്മൾ ആശ്രയിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ സ്വയത്തിലുള്ള ആശ്രയമാണ്. നമ്മുടെ ചിന്താഗതികളിലും മനോഭാവങ്ങളിലും നമ്മളിൽ തന്നെ നമ്മൾ റോമലേഖനം 1-ാം അധ്യായത്തിൽ അത് വായിച്ചിരുന്നു. തങ്ങളുടെ നിരൂപണങ്ങളിൽ അവരെ വ്യർത്ഥരായി തീർന്നു. നമ്മുടെ നിരന്തരമായിട്ട് നമ്മുടെ ദേഹിയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ദേഹി ദൈവത്തിന് എതിരാന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കണം. നമ്മുടെ ജഡം മാത്രമല്ല, ദേഹിയും. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് പുതുക്കം വരുത്തോറുമാണ് നമ്മുടെ ദേഹിയിൽ മാറ്റം വരും. നമുക്കറിയാം, വീണ്ടും ജനിക്കുന്ന ഒരാളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ മൃതമായ ആത്മാവിനെ വീണ്ടും ജനിപ്പിക്കുന്നു. ആ ആത്മാവിനാൽ അവന്റെ ദേഹി സ്വാധീനിക്കപ്പെടണം. അങ്ങനെ സ്വാധീനിക്കപ്പെട്ട ദേഹിയാല് ദേഹം സ്വാധീനിക്കപ്പെടണം. അങ്ങനെയാണ് യഥാർത്ഥ ദൈവസ്വഭാവം നമ്മളോട് പുറത്തേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ സ്വാധീനിക്കുന്നു. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കും നമ്മുടെ ആത്മാവിൽ. അതിന്റെ അനന്തരഫലമായിട്ട് നമ്മുടെ ദേഹി നമ്മുടെ ആത്മാവിന് വിധേയപ്പെടാൻ തുടങ്ങും. നമുക്കറിയാം, നമ്മുടെ ദേഹിയുടെ പ്രത്യേകത, ജഡത്തിന്റെ പ്രത്യേകത, അത് ആത്മാവിനെതിരാണ്. ഈ പുതുക്കം വരുന്ന അളവിലാണ് നമ്മുടെ ദേഹി നമ്മുടെ ആത്മാവിന് വിധേയപ്പെടാൻ തുടങ്ങുന്നത്. അങ്ങനെ വിധേയപ്പെടുന്ന ഒരു ദേഹിയിൽ രൂപാന്തരം വന്നോണ്ടേയിരിക്കും. അങ്ങനെ ആ രൂപാന്തരപ്പെട്ട ദേഹി നമ്മുടെ ദേഹത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. അപ്പൊ പൗലോസ് പറയുന്നുണ്ടല്ലോ, നന്മയിൽ ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യുന്നതോ ഇല്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു പുതുക്കത്തിന്റെ അവസ്ഥയിലേക്ക് വരാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള മുന്നോട്ട് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ഫലപ്രദമായി തീരുന്നത്, നമ്മുടെ ഒരു അനുഗ്രഹമായി തീരുന്നത്. അങ്ങനെയുള്ള തലത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ എല്ലാ ഉള്ളില് ഭാര്യയോട് പിണങ്ങിയിരിക്കണമെന്ന്, അടി കൂടണമെന്ന് ആർക്കും ആഗ്രഹം കാണത്തില്ല. എല്ലാവരുടെയും ആഗ്രഹം എന്താ? വളരെ ഐക്യത്തില്, സ്നേഹത്തില് ഒന്നായിട്ട് പോകണമെന്നാണ്. പക്ഷെ പലപ്പോഴും ശോധനകളിൽ കടന്നു പോകുമ്പോൾ നമുക്കതിന് കഴിയുന്നില്ല. നമ്മുടെ ഇച്ഛയ്ക്ക് വിരോധമായിട്ടാണ് നമ്മൾ ആയിത്തീരുന്നത്. പക്ഷെ അവിടെ നമുക്കൊരു നിലവിളി ഉണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. നമ്മളിൽ തന്നെയുള്ള ആശ്രയം നഷ്ടപ്പെടുന്നുണ്ടോ? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയില്ല, ഇവിടുന്ന് ഒരു നന്മയും വരത്തുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ആത്മാവിന് വിധേയപ്പെടുത്തി കൊടുക്കുന്നിടത്താണ് ഈ ഒരു രൂപാന്തരം നമ്മളിൽ ആശ്രയിക്കുന്നത്. അപ്പൊ ഈ പലപ്പോഴും നമ്മളൊരു പാപിയാണെന്നുള്ള ഒരിക്കലും സാഗ്രത പറഞ്ഞ ഉദാഹരണം ഇങ്ങനെ ഓർക്കുകയാണ്. ബാംഗ്ലൂര് മരണാസന്നയായി ക്യാൻസർ ബാധിച്ച് കിടന്ന ഒരു സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബ്രദറിനെ ആരെ വിളിച്ചോണ്ടും പോയി. ബ്രദറ കിടക്കയുടെ അടുത്ത് ഇരുന്നിട്ട് ആ സിസ്റ്ററോട് പറഞ്ഞു, ഈ ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ഒരു വേശ്യയേക്കാൾ നിങ്ങൾക്കൊരു വിശേഷതയില്ലെന്ന് നിങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ മരണക്കിടക്കെ വെച്ച് തന്നെ പുള്ളിക്കാരി അതിനെതിരായിട്ട് പ്രതികരിച്ചെന്നാണ്. ഞാൻ അത്ര മോശക്കാരിയൊന്നും അല്ല. നമ്മുടെ എല്ലാം ഡീപ്പ് ഡൗൺ ആയിട്ട് ഏറ്റവും ആഴത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് 9 തൊട്ട് 18 വാക്യങ്ങളിൽ പറഞ്ഞത്,
എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവമില്ലാത്തവരായി തീർന്നു, അല്ല എല്ലാവരും പാപത്തിന് കീഴിലാണ് എന്ന് പറഞ്ഞ വാക്യങ്ങളെല്ലാം അതാ കാണിക്കുന്നത്. നീതിമാൻ ആരും ഇല്ല, ഒരുത്തൻ പോലുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, ഗ്രഹിക്കുന്നവനില്ല. അതാണ് അതിന്റെ അർത്ഥം. ഞാൻ അങ്ങനെയാണെന്ന് അംഗീകരിക്കുന്നിടത്ത് ദൈവത്തിനെ സഹായിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങള്, നമ്മളിപ്പോ പുതിയ നിയമത്തിന്റെ വചനങ്ങളാണ് കേൾക്കുന്നത്, ക്രിസ്തുവിന്റെ ന്യായപ്രമാണമാണ് കേൾക്കുന്നത്. അതും നമുക്ക് ഈ പറഞ്ഞതുപോലെ പാപബോധം വരുത്തുന്ന ഒന്നാണ്. പക്ഷെ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ അവരതിനോട് എപ്പോഴും എതിർത്ത് നിൽക്കുക ചെയ്ത്. കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും പറഞ്ഞു, നീ ഞങ്ങളെ കുറിച്ചാ പറയുന്നത്. ഇല്ലേ, നമ്മുടെ ഉള്ളിൽ അങ്ങനെ പറയാറുണ്ട്, സഹോദരൻ എന്നെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. എന്താ അതിന്റെ കാരണം? നമ്മളുടെ എന്തൊക്കെയോ നന്മയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് അങ്ങനെ വരുന്നത്. പക്ഷെ യഥാർത്ഥം എന്താ? അതേ സഹോദരൻ എന്നെ കുറിച്ച് തന്നെ പറഞ്ഞത് സത്യമാണെന്ന് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. എന്നിൽ ഒരു നന്മയും ഇല്ല, ഞാൻ വളരെ മോശക്കാരനാണ്, ഞാനൊരു പാപിയാണ്, കർത്താവിന് കരുണ തോന്നിയാലേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ. യഥാർത്ഥത്തിൽ ന്യായപ്രമാണം കൊണ്ട് കർത്താവ് ഉദ്ദേശിച്ച ഒരു കാര്യം അതായിരുന്നു, പാപബോധം പറഞ്ഞായിരുന്നു മനുഷ്യന്. ഒരിക്കലും ന്യായപ്രമാണത്താൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ പാപത്തിന്റെ പരിജ്ഞാനമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പാപിയാണെന്ന. അതുകൊണ്ട് കർത്താവിന്റെ കാലഘട്ടത്തിൽ ന്യായപ്രമാണം ചെയ്തൊരു പ്രവൃത്തി, രണ്ട് തരത്തിലുള്ള പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. പരീശന്മാരും ശാസ്ത്രിമാരും സാധുക്യരും മഹാപുരോഹിതന്മാരും തങ്ങൾ നീതിമാനമാണെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുകയും കർത്താവിനെ എതിർത്ത് നിൽക്കുകയും ചെയ്തു. പക്ഷെ കർത്താവിനോട് പിന്നാലെ നടന്ന വലിയൊരു കൂട്ടമുണ്ട്. ചുങ്കക്കാര്, വേശ്യകള്, പാപികള്. അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് പാപികളുടെ സ്നേഹിതനാണെന്ന് പറയാൻ കാരണം അവർക്ക് കർത്താവിൽ ജീവൻ കണ്ടെത്താനായിട്ട് കഴിയും. തങ്ങളെ കുറിച്ച് തന്നെ അവർക്കൊരു അഭിപ്രായം ഇല്ല. ഞങ്ങളെ കുറിച്ച് തന്നെ അഭിപ്രായം ഞാനൊരു പാപിയാണെന്നുള്ള അഭിപ്രായം അവർക്കുണ്ടായിരുന്നു. പക്ഷെ കർത്താവിന്റെ അടുക്ക വരുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഏവരും വേണ്ടവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ന്യായപ്രമാണം കേൾക്കും തോറും വായിക്കും തോറും ഒരു കൂട്ടർക്ക് പാപബോധം വന്നിട്ട് ഒരു പ്രത്യാശയ്ക്ക് വകയില്ലെന്നുള്ള ചിന്തയാ വന്നത്. പക്ഷെ മറ്റൊരു കൂട്ടര് ബാഹ്യമായിട്ടിത് അനുസരിച്ചിട്ട് ഒരു സ്വന്തം നീതിയിലേക്ക് വന്നു. ഇപ്പൊ ഒരു ഫിലിപ്പിയർ പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല എന്ന് പറഞ്ഞാൽ എന്റെ ശക്തി കൊണ്ടാണ് ഞാൻ ജയിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നു, വ്യഭിചരിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, കൊല ചെയ്യുന്നില്ല, വിഗ്രഹം ആരാധിക്കുന്നില്ല. അതെല്ലാം എന്റെ പുറമേയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ എന്റെ ഉള്ള് വളരെ മോശമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, 7-ാം അധ്യായത്തിലേക്ക് വരുമ്പം വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. റോമർ 7 അവിടെ തന്നോടുള്ള ബന്ധത്തിൽ തന്നെ താൻ പറയുന്നൊരു കാര്യമാണ്. അതിന്റെ 7 മുതലുള്ള വാക്യങ്ങളാണ്. ആകെ നാം എന്ത് പറയേണ്ടത്? ന്യായപ്രമാണം പാപമെന്ന് ഒരു നാൾ വരുത്, എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയയില്ലായിരുന്നു. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. അപ്പൊ ന്യായപ്രമാണം യഥാർത്ഥത്തിൽ ചെയ്തൊരു പ്രവൃത്തി, ഞാനൊരു പാപിയാണെന്നുള്ള ബോധം സത്യസന്ധരായ മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ടാക്കി. അവർക്ക് പരീശന്മാരൊക്കെ അടുത്ത് പോകാൻ പേടിയായിരുന്നു. അവരെപ്പോഴും പരീശന്മാര് പറഞ്ഞ്, ഞങ്ങൾ നീതിമാനാ, നിങ്ങൾ വെറും പാപികളാണെന്നാ പറഞ്ഞു. കർത്താവ് ഒരു കുരുടന് കാഴ്ച കൊടുത്തു. അവസാനം അവനെ പിടിച്ചു. പിന്നെ മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല, അവന് പ്രായമുണ്ട്, അവനോട് ചോദിക്കാം. അവനോട് ചോദിച്ചും പറഞ്ഞു, ഇങ്ങനെയാണ് യേശു എനിക്ക് സൗഖ്യം തന്നെ. അവസാനം അവന്റെ പാപിയാണെന്നൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പാപിക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ ലോകം ഉണ്ടായ കാലം മുതൽ കേട്ടിട്ടുണ്ട്, ഒരു പാവി ഒരു കുരുടന്റെ കണ്ണ് തുറന്നിട്ടുണ്ട്, നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകാൻ മനസ്സുണ്ടോ? അതിന് മറുപടി, നീ മുഴുവൻ പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നു. ഒരു മനോഭാവം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഒരു സഹോദരൻ അല്ലെ ഒരു സഹോദരി നമ്മളെ തിരുത്തുമ്പോ, അല്ലെ നമുക്കൊരു ഉപദേശം തരുമ്പോ നമ്മുടെ ഉള്ളില് ഇങ്ങനത്തെ ചിന്തകൾ വരാറുണ്ടോ? നീ ആരാ എന്നെ ഉപദേശിക്കാൻ?
ഭാര്യ-ഭർതൃ ബന്ധത്തിൽ പലപ്പോഴും ഞാൻ ഈ ഒരു അപകടം കാണാറുണ്ട്. ഒരു ഭർത്താവ് ഭാര്യയോടുള്ള ബന്ധത്തിൽ ചില ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ പുറമേ പറഞ്ഞില്ലേ, ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു മനോഭാവം കാണാൻ കഴിയും. നമ്മളെല്ലാം നമ്മളെ തന്നെ വിധിച്ചത് കാണാനായിട്ട് കഴിയും. യഥാർത്ഥത്തിൽ ന്യായപ്രമാണം നമുക്ക് പാപബോധം തരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. തുടർന്ന് 21-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, ഇപ്പോഴും ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസമുള്ള ദൈവത്തിൽ തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ദൈവത്തിന്റെ നീതിയോടുള്ള ബന്ധത്തിൽ അത് വിശ്വസിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. തങ്ങളെക്കുറിച്ചുള്ള തങ്ങളുടെ ചിന്ത, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നിലൊരു നന്മ ഇല്ല. പിന്നെന്താ കർത്താവ് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് വന്നിട്ട് നമ്മുടെ പാപത്തിന്റെ എല്ലാ ശിക്ഷ അവൻ തന്റെ മേലേറ്റു. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ക്രൂശിതനായി തീർന്നു. അവൻ രക്തം ചിന്തി. ഞാനത് വിശ്വസിക്കുമ്പോൾ മനുഷ്യന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, എപ്പോഴും അവന്റെ കണ്ണിന് മുമ്പിൽ ഒരു പ്രവൃത്തി കൂടാതെ അവനൊരു തൃപ്തി വരത്തില്ല അവന്റെ ഉള്ളിൽ. നമുക്ക് എല്ലാ മനുഷ്യരും, ഇപ്പൊ ആദിവാസികളാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ ചടങ്ങുകളും ആചാരങ്ങളൊക്കെ ഉണ്ട്. ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, അവരുടെ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് അവരും തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുകയും ഡാൻസ് കളിക്കുകയും പാടുകയും ഉരുളുകയും അല്ലെ. നമ്മുടെ ഇടയിൽ അത് കാണാനായിട്ട് കഴിയും പലയിടത്തും. ഞങ്ങളിവിടെ അടുത്ത് മാഹി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു കത്തോലിക്ക പള്ളിയുണ്ട്, വളരെ പ്രശസ്തമാണ്. ആ പള്ളിയിൽ ഒരു നേർച്ച എന്ന് പറയുന്നത്, പലരും ചെല്ലുന്ന 101 വീട് തെണ്ടി കിട്ടുന്ന ഞാൻ ഇവിടെ കൊണ്ട് തരാം. എന്നിട്ട് ഒരു വീട് തോറും തെണ്ടാൻ വരും. നമ്മൾ മടിക്കുന്ന ഒരു കാര്യം എവിടെയെങ്കിലും വീട്ടിൽ പോയിട്ട് തെണ്ടുക എന്നുള്ളത്. പക്ഷെ അവരാ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് തെണ്ടാനും തയ്യാറാ. 5 പൈസയോ 2 രൂപയോ എന്തെങ്കിലും കിട്ടുന്ന ഇവരവിടെ കൊണ്ട് അർപ്പിച്ചിട്ട് അവിടെ ഒരു ഉരുള് നേർച്ച എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അവിടെ പണ്ട് നമ്മള് ഒരു സമയത്ത് മാഹിൽ ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നമ്മളവിടെ പോവാറുണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്നുകൊണ്ടിരുന്ന 2-3 സിസ്റ്റേഴ്സിന്റെ അമ്മ, അവരായിരുന്നു അവിടുന്ന് അവരുടെ ആ പെരുന്നാളിന്റെ സമയത്ത് ഈ പറഞ്ഞ വെളിച്ചപ്പാടത്തി ആയിട്ട് ചെയ്യുന്നത്. അവരിങ്ങനെ ഉറഞ്ഞു തുള്ളി വാളൊക്കെ പിടിച്ച് ഓരോരുത്തരുടെ ഉള്ളിലൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അവരുടെ 2-3 മക്കൾ രക്ഷിക്കപ്പെട്ടു വന്നു. അപ്പൊ അവര് ആ അമ്മച്ചി പറഞ്ഞൊരു കാര്യം, ആ സമയമാകുമ്പം ഞാനല്ലായിട്ട് അങ്ങ് മാറും. എനിക്ക് തന്നെ തോന്നും ഞാനൊരു എന്തോ ഒരു പ്രത്യേക ശക്തിയുള്ള ആളാണെന്ന്. അപ്പൊ അവര് പറയുന്നൊരു കാര്യം, ഇവരെ പിടിച്ചാൽ പോലും കിട്ടത്തില്ലെന്നാ. എത്ര പേരും കൂടി പിടിച്ചാലും ഇവര് നിൽക്കത്തില്ല. അങ്ങനെ അവിടെ വന്ന് ഉരുള് നേർച്ചയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ നിലത്തോട് ഉരുണ്ട് കുറെ ഉരുണ്ടിട്ട് ഇതെല്ലാം ചെയ്യും. മനുഷ്യന്റെ ഉള്ളിൽ വരുന്നൊരു ചിന്ത എന്താ? എന്റെ ദൈവം എന്നിൽ പ്രസാദിക്കും, ഞാൻ ചെയ്തത് കൊണ്ട് ദൈവം എന്നിൽ പ്രസാദിക്കും. നമുക്കും അങ്ങനത്തെ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കാണാം മനുഷ്യൻ എന്നുള്ള നിലയിൽ. ഈ വിശ്വാസത്താലുള്ള അംഗീകാരം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. ഈ സത്യത്തിലേക്ക് ആണ് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ക്രിസ്തുയേശുവിലെ വിശ്വാസം സൗജന്യമായിട്ട് അത്ര രീതി. ഇന്ന് ക്രിസ്തുയേശുവിലെ വിശ്വാസം എന്ന് പറയുമ്പോൾ മനുഷ്യന് തന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാത്തത് കൊണ്ട് ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാഹസന് പാപനിമിത്തം അയച്ചു, പാപത്തെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അത് വിശ്വസിക്കുന്ന എല്ലാവർക്കും വീണ്ടെടുപ്പുണ്ട്, നീതീകരണം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നൊരു കാര്യം. പക്ഷെ നമ്മുടെ ബുദ്ധിക്ക് അത് അല്പം പ്രയാസം ഉൾക്കൊള്ളാനായിട്ട്. അതെങ്ങനെ ശരിയാകും നമ്മൾ ചിന്തിക്കാം അല്ലേ? എന്തേലും ഒന്ന് ചെയ്യാണ്ട് എങ്ങനെയാ അത് ശരിയാകുന്നത് എന്നുള്ള ചിന്ത നമുക്ക് വരും. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ, കാരണം എല്ലാവരും പാപത്തിന് കീഴാണ്. ഒരു പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. വിശ്വാസാലേ നമുക്ക് ദൈവത്തെ അറിയാനും പ്രസാദിപ്പിക്കാനായിട്ടും കഴിയത്തുള്ളൂ. അപ്പൊ ദൈവം തന്റെ പുത്രനിലൂടെ ചെയ്ത രക്ഷണീയ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പാപബോധം വരുത്തും. നാം ഒരു പാപിയാണെന്നുള്ള ചിന്ത നമുക്ക് കിട്ടും, ആ ബോധ്യം കിട്ടും. നമ്മൾ കർത്താവിലേക്ക് നോക്കുന്നു, കർത്താവ് എന്നോട് കരുണ തോന്നണം, എന്നെ രക്ഷിക്കണം. വിശ്വാസാലാണ് നമ്മൾ ആ നിലവിളിക്കുന്നത്. ആ നിലവിളിയാണ് ദൈവം അംഗീകരിക്കുന്നത്. അതിന്റെ അനന്തരഫലമായിട്ടാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ളൊരു ആന്തരിക ബോധ്യവും പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നമ്മൾ ഹൃദയത്തിൽ അനുഭവിക്കാൻ തുടങ്ങും. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നമ്മുടെ ബുദ്ധി അതിനെതിരാണ്, ബുദ്ധിയുടെ പ്രമാണം അതിനെതിരാണ്. ഇതെങ്ങനെ ശരിയാകുമെന്നാണ് ബുദ്ധി പറയുന്നത്. അതുകൊണ്ട് 1 പത്രോസ് 2 നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. ഈ ജഡത്തിൽ നിന്ന് വരുന്ന ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ദൈവത്തിനും ദൈവാത്മാവിനും എതിരായിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മളിതൊരു കുഞ്ഞു വളരുന്ന പോലെയാണ്, നീണ്ട പോരാട്ടമാണ്. ഒരു വലിയ പോരാട്ടത്തിന്റെ അപ്പുറത്താണ് നമുക്കിത് അംഗീകരിക്കാനായിട്ട് കഴിയുന്നത്. പക്ഷെ വീണ്ടും ജനനത്തിന്റെ സമയത്ത് നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു കാര്യം അത് അംഗീകരിക്കാൻ. അന്നേരം നമ്മുടെ ചിന്ത, കർത്താവിനൊരു പാപിയാണ്, ഞാൻ എങ്ങനെ വേണേലും ഇരിക്കാൻ തയ്യാറാണ്. സാഗുറൂർ പറയാറുണ്ട്, നിങ്ങൾ ആദ്യം ചർച്ചിലേക്ക് വന്നപ്പോഴത്തെ നിങ്ങളുടെ ചിന്താഗതികളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. കർത്താവ്, എനിക്ക് ഒരു സാധനവും വേണ്ട, മാനവും വേണ്ട, അംഗീകാരം വേണ്ട, ഈ മൂലയ്ക്ക് എവിടെയാലും ഞാൻ ഇരുന്നോളാം കർത്താവ്, എനിക്ക് രക്ഷ മതി എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. കാരണം അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകിയ ഒരു താഴ്മയുടെ തലമുണ്ടായിരുന്നു. പലപ്പോഴും സാത്താൻ നമ്മളെ വഞ്ചിക്കുമ്പോൾ ആ താഴ്മ നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ നിഗളികളായിത്തീരും. നമ്മളൊരു പാട്ടി പാടാറില്ലേ, താഴ്മ കൈവിട്ടേറെ ദൂരം ചെന്ന് ഞാൻ കേമൻ ഭവിച്ചുയർന്നവൻ. നമ്മുടെ പുഞ്ചിരി തൂകുന്നു പൈതൽ എന്നുള്ള ആ പാട്ടിലാണ് ആ ഭാഗങ്ങൾ. നമ്മുടെ യഥാർത്ഥ അവസ്ഥ അതിനകത്ത് പറയുന്നത്. അപ്പം സഹോദരന്മാരെ, നമ്മളെ ദൈവം വിടുവിക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിന്റെ വഴിയിലാണ്, വിശ്വാസാല നീതീകരണത്തിലൂടെയാണ്. നമ്മളിതെല്ലാം അനുഭവിക്കുന്നത് വിശ്വാസാലാണ്, അറിയുന്നത് വിശ്വാസാലാണ്. കാരണം ആത്മാവ് ആ തലത്തിലാണ് നടക്കുന്നത്, വിശ്വാസത്തിന്റെ തലത്തിലാണ് നടക്കുന്നത്. നമ്മുടെ ദേഹി യുക്തിയുടെ തലത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ബുദ്ധി അത് ചിന്തിച്ചിട്ട് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമേ അത് അംഗീകരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് അംഗീകരിക്കത്തില്ല. ഈ രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുന്നിടത്ത് ഈ സത്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കാനായിട്ട് നമുക്ക് കർത്താവിനോട് നിലവിളിക്കാം. കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കർത്താവിനെ പറഞ്ഞപ്പോൾ, ദൈവീയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം, മടുത്തു പോവാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനത്തെ ഒരു അന്വേഷണത്തിന്റെ തലത്തിലാണ് നമ്മൾ നമ്മുടെ ദേഹിയുടെ തലത്തിൽ നിന്ന് ആത്മാവിന്റെ തലത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയായിത്തീരുന്നത്. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എല്ലാ സമയത്തും. അങ്ങനെ നിരന്തരമായി നമ്മൾ അന്വേഷിക്കുമ്പം ആണ് നമ്മളിൽ ഉള്ളിൽ ആന്തരികമായിട്ട് ഈ വിശ്വാസം നമ്മൾ ഉടലെടുക്കാനായിട്ട് തുടങ്ങുന്നത്. നമ്മളിത്തനുള്ള ആശ്രയമൊക്കെ പോയി നമുക്ക് കർത്താവിലേക്ക് തിരിയാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളായിട്ട് ഈ ദൈവവചനത്തെ നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും നമുക്ക് ദൈവത്തോടൊരു നിരന്തര നിലവിളിയിലായിരിക്കാം. കർത്താവിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വശക്തനായ പിതാവേ, ഈ രാത്രി കിടന്ന് നന്ദിയോടെ സ്തുതിക്കുന്നു. അടിയങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്ന് അങ്ങ് അടികളെ വിളിച്ചതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ളൊരു ആന്തരിക ബോധ്യത്തിലേക്ക് അടികളെ നടത്തണം. ഞങ്ങള് അങ്ങേക്ക് എത്ര പ്രിയപ്പെട്ടവരാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യവും ഉറപ്പും ധൈര്യവും ഞങ്ങൾക്ക് നൽകണം. അതുകൊണ്ടാണല്ലോ കർത്താവ് അങ്ങ് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണ ലോകത്തിൽ വന്ന് അവിടുത്തെ ശരീരം ഒരു ബലിയായിട്ട് തന്ന് അടികളെ വീണ്ടെടുത്തത്. അങ്ങ് അടികളെ സ്നേഹിക്കുന്നെന്നും ഞങ്ങൾ അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ടവരാണെന്നും ഞങ്ങളെ ഒരിക്കലും അങ്ങ് കൈവിടുകയിൽ ഉപേക്ഷിക്കില്ലെന്നുള്ള ആ ഒരു ആന്തരിക ഉറപ്പ് നിരന്തരമായിട്ട് അടിയങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അളവ് കൂടാൻ നൽകണം. വിശ്വസിക്കുന്നതിൽ വ്യാപരിക്കുന്ന അവിടുത്തെ അളവറ്റ ശക്തിയുടെ വലിപ്പം അനുഭവിച്ചറിയുവാൻ, ഗ്രഹിച്ചറിയുവാൻ, ആ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ അടിയങ്ങളെ വിശ്വാസത്തിലേക്ക് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ.